നിൻവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമതിൽ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമതിൽ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമതിൽ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമതിൽ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. സ്വർഗീയ നല്ല പിതാവേ, ഈ രാവിലെ ഈ സന്ധ്യാസമയത്തിനാട്ടങ്ങി ഞങ്ങൾ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പതിവ് പോലെ കർത്താവേ, ദൈവവചന പഠനത്തിനായി ഞങ്ങൾക്കിന്നും ഇവിടെ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടും കർത്താവ് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിത്തീരുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കായിട്ട് സ്തോത്രം.
ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് അപേക്ഷിക്കുന്നു കർത്താവേ. അങ്ങയുടെ കൃപയും കരുണയും ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കർത്താവ് കാരുണ്യം ചൊരിയണമേ. വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരുമാറാകണമേ. സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ പകരണം കർത്താവേ. ഇന്ന് രാത്രിയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ സമയമാക്കി മാറ്റുന്നതിനായിട്ട് സ്തോത്രം. ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് കർത്താവിൻ്റെ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഈ സന്ധ്യയിൽ ദൈവവചന പഠനത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സർവേശ്വരനായ കർത്താവ് നമുക്ക് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. തേനിനെ കഴിഞ്ഞും തേൻകെട്ടയെ കഴിഞ്ഞും മധുരതരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്കത് പ്രബോധനം നൽകി തരുന്നതാണ്. സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നത് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവവചനത്താൽ നമ്മുടെ കഷ്ടതയിൽ നമ്മൾ തകർന്നു പോകാതിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവവചനം ഒരു വഴിവിളക്ക് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എഫേസ്യ ലേഖനത്തിൽ നിന്നാണല്ലോ. എഫേസ്യ ലേഖനത്തിൻ്റെ 2 അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുകയായിരുന്നു. ഇന്ന് ആ 2 അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഇനിയുള്ള ചില ദിവസങ്ങളിലെ ചിന്തയ്ക്ക് ആധാരമായിട്ടിരിക്കുന്നത്. എഫേസ്യ ലേഖനം 2 അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ അത് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. ഈ ഭാഗത്ത് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു. 2 അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ മനുഷ്യൻ്റെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ 4 ചിത്രങ്ങൾ നമുക്ക് അവിടുന്ന് ലഭിച്ചു. എന്നാൽ അതേ നിലയിൽ നമ്മെ ഉപേക്ഷിക്കുവാൻ ദൈവത്തിന് മനസ്സില്ലായിരുന്നു. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഓർത്തു, മനുഷ്യൻ ഹീസ് ഡെഡ്, അവൻ മരിച്ചവനായിരുന്നു. അവൻ ഡിസൊബീഡിയൻറ്റ്, അനുസരണമില്ലാത്തവനായിരുന്നു. അവൻ തകർന്ന നശിച്ച വഴികളിലായിരുന്നു. അതുപോലെ അവൻ നാശയോഗ്യൻ അഥവാ ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടവനായിരുന്നു. ആ നിലയിൽ മനുഷ്യനെ ഉപേക്ഷിച്ച് കളയുവാൻ ദൈവത്തിന് മനസ്സില്ലായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ മനുഷ്യനിൽ നിന്ന് ഇവിടെ 4 തൊട്ടുള്ള വാക്യങ്ങളിൽ നമ്മുടെ ഫോക്കസ്, നമ്മുടെ ശ്രദ്ധ ദൈവത്തിങ്കിലേക്ക് തിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തമായി. കണ്ടോ, 3 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യനെയാണ് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ 4-ാമത്തെ വാക്യം മുതൽ കരുണാസമ്പന്നനായ ദൈവം, ഗോഡ് ഹു ഈസ് റിച്ച് ഇൻ മേഴ്സി, കരുണയിൽ സമ്പന്നനായ ദൈവത്തിങ്കിലേക്ക് പരിശുദ്ധാത്മാവ് ശ്രദ്ധ തിരിച്ചുപിടിക്കുകയാണ്. അവിടെ ഇനിയുള്ള 5 വാക്യങ്ങളിൽ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് വിവരിക്കുകയാണ്. അവിടെയും ദൈവം ചെയ്ത 4 പ്രത്യേക കാര്യങ്ങൾ അവിടെ വിശദമാക്കുന്നുണ്ട്. അതിലൊന്ന്, ദൈവം നമ്മെ സ്നേഹിച്ചു. 2, ഹി ഹാസ് ക്വിക്കൻഡ് us, അവൻ നമ്മെ ജീവിപ്പിച്ചു. 3, അവൻ നമ്മെ ഉയർത്തി. 4,
അവിടുന്ന് നമ്മെ സൂക്ഷിക്കുന്നു. ഇങ്ങനെ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത ചില കാര്യങ്ങളാണ് ഇവിടെ ഇനി പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുന്നത്. മനുഷ്യനെ ആ പാപത്തിൻ്റെ അതേ സ്ഥിതിയിൽ വിടുവാൻ ദൈവത്തിന് താല്പര്യമില്ല. അങ്ങനെ തന്നെ ആയിരിക്കുവാൻ, അതേ നിലയിൽ ഇട്ടുകളയുവാൻ ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമില്ല. അതുകൊണ്ട് ദൈവവചനം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കുമ്പോൾ ഓർക്കാറുള്ളൊരു കാര്യം, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്ന അതേ സ്ഥിതിയിൽ ഇട്ടിട്ട് പോകുവാൻ ദൈവത്തിന് മനസ്സില്ല. അതുകൊണ്ട് പഴയ നിയമപുസ്തകങ്ങൾ തൊട്ട് നമ്മൾ വായിക്കുമ്പം രക്ഷ എന്ന് പറയുന്ന ഒരു വലിയ ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയത്തെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. യോനയുടെ പുസ്തകത്തിലൊക്കെയും ഉണ്ടത്. 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, യോന പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സാൽവേഷൻ ഈസ് ഓഫ് ദി ലോർഡ്, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. യോന പ്രവാചകൻ പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോഴൊക്കെ ഇസ്രായേലിനെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി കണ്ടുകൊണ്ടാണ് ചിത്രീകരിക്കുന്നതെങ്കിലും അക്കാലത്തും സാർവലൗകികമായ രക്ഷ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും ആരും നശിച്ചു പോകാതിരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഹിതം അക്കാലങ്ങളിൽ തന്നെ ദൈവം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിനവയിലെ ആളുകൾ പാപം ചെയ്ത് അവരുടെ അതിക്രമം വളരെ വർദ്ധിച്ചു. പാപത്തിന് എപ്പോഴും ദൈവം ശിക്ഷ കൊടുക്കും. പാപത്തെ ശിക്ഷിക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണല്ലോ ദൈവത്തിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ തുടിപ്പും ദൈവനീതിയും. നിനവയിലെ പാപം അതിക്രമിച്ചു, അവിടെ അതിക്രമങ്ങൾ വർദ്ധിച്ചു. അതിനെ ശിക്ഷിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ നീതി അനുവദിക്കുന്നില്ല. എന്നാൽ അവരെ ഒരുമിച്ച് കൂട്ടത്തോടെ നശിപ്പിച്ച് കളയുവാൻ ദൈവത്തിൻ്റെ സ്നേഹം സമ്മതിക്കുന്നുമില്ല. അതുകൊണ്ടാണ് യോനാ പ്രവാചകനെ അവിടേക്ക് ദൈവം അയക്കുന്നത്. യോനാ പ്രവാചകനെ അവിടേക്ക് അയച്ചിട്ട് അവരോട് മാനസാന്തരത്തിൻ്റെ ദൂത് പറയുന്നു. അവരെല്ലാം ആ രാജ്യം ഒന്നാകെ അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞു വരുന്നു. യോനാ ദൈവത്തോട് കോപിക്കുന്നതൊക്കെ നമ്മൾ 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ദൈവം യോനോട് ചോദിക്കുന്നുണ്ട്, നീ കോപിക്കുന്നത് വിഹിതമാണോ? അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ മരണപര്യന്തം കോപിക്കുമെന്നാണ്. താൻ പറയുന്നുണ്ട്, എനിക്ക് ദൈവത്തെ അല്ലെങ്കിലും അറിയാമായിരുന്നു, നീ ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാനിവിടെ വന്ന് ഇവരോട് നിങ്ങളെ നശിപ്പിക്കാൻ പോവുക, തകർക്കാൻ പോവുക, മുടിച്ചു കളയാൻ പോവാന്നൊക്കെ ദൂത് പറയും. പക്ഷേ ഈ ആളുകൾ അത് കേട്ടിട്ട് അത് മാനസാന്തരപ്പെടുകയാണെങ്കിൽ ദൈവം നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ജുഡീഷ്യൽ തീരുമാനത്തെ ദൈവം മാറ്റും. ദൈവത്തിന് മാറ്റമുണ്ടെന്നല്ല അതിനർത്ഥം, ദൈവത്തിൻ്റെ ജുഡീഷ്യറിയെ ദൈവം മാറ്റുന്നു. ദൈവം മാറ്റമില്ലാത്തവനാണ്, എന്നേക്കുമുള്ളവനാണ്. പക്ഷെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ജുഡീഷ്യൽ ചേഞ്ചാണ്. നശിപ്പിക്കുമെന്ന് പറയുന്നവരെ അങ്ങ് നശിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ നീതി വ്യവസ്ഥയുടെ ഒരു ഭാഗം. അതുകൊണ്ട് ഇവർ മനസ്സിലെയും ഇവർ കണ്ണുനീരൊഴുക്കുകയും ഉപവസിക്കുകയും അനുതപിക്കുകയും തിരിച്ചു വരികയും മടങ്ങി വരികയൊക്കെ ചെയ്യുമ്പം ദൈവത്തിൻ്റെ മനസ്സലിഞ്ഞിട്ട് ഇവർക്ക് വരുത്താനിരുന്ന ആ വിപത്ത് മാറ്റും. അപ്പോൾ സ്വാഭാവികമായി ഇവരെല്ലാം ചിന്തിക്കും, ആളുകൾ വിചാരിക്കും ഞാനൊരു കള്ളപ്രവാചകനാണ്, അല്ലെങ്കിൽ പറഞ്ഞതൊന്നും ഒത്തില്ലല്ലോ. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ സ്പോക്ക്മാൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ നാവാണ്. ദൈവം എന്തു പറയാൻ ആഗ്രഹിക്കുന്നു അത് പറയുക എന്നുള്ളതാണ്. അവിടെ ആ വ്യക്തി അപ്രസക്തനാണ്. ദൈവമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ മൗനമായിരിക്കുകയും ദൈവം പറയാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മാത്രം പറയുകയും ചെയ്യുന്നതാണ് പ്രവചന ദൗത്യം. പഴയ നിയമത്തിലും ഈ പുതിയ നിയമത്തിലും ഈ കൃപായുഗത്തിലുമൊക്കെ അതാണ് പ്രവചന ദൗത്യം. ദൈവത്തിന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, വിശേഷിച്ച് ഈ പുതിയ നിയമകാലം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, ദൈവം തൻ്റെ ജനത്തോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി നൽകിയിരിക്കുകയാണ്. അതിനൊരിക്കലും മാറ്റമുണ്ടാകത്തില്ല, അതിനൊരിക്കലും വ്യതിയാനവും സംഭവിക്കത്തില്ല. എന്നാൽ ഒക്കേഷണലി, സാന്ദർഭികമായി ദൈവത്തിന് നമ്മോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ദൈവം അത് നിശ്ചയമായിട്ടും ദൈവം തൻ്റെ മക്കളിലൂടെ നമ്മൾ ഓരോരുത്തരുടെയും ദൈവം സംസാരിക്കും. അതിനെ നമുക്കങ്ങനെ മനസ്സിലാക്കാം. റീമ എന്നും ലോഗോസ് എന്നും എന്ന നിലയിൽ ദൈവശബ്ദത്തെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യോനാ പ്രവാചകൻ അതിക്രമം വർദ്ധിച്ച, പാപം പെരുകിയ നിനവയിലേക്ക് രക്ഷാ ദൗത്യവുമായി പോകുക, രക്ഷാദൂതുമായി പോകുക. 2-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ
രേഖപ്പെടുത്തിയിരിക്കുന്നത് രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. സാൽവേഷൻ ഈസ് ഓഫ് ഗോഡ്. പാപിയായ മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവം ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളത് ആരംഭത്തിലൊന്ന് സൂചിപ്പിച്ചു. 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ, വിശേഷിച്ച് 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എഫീസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അത് പറയുന്നത് 4-ാമത്തെ വാക്യം തൊട്ട്, മലയാളത്തിലാണെങ്കിൽ 4-ാമത്തെ വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. അപ്പം ഒന്ന് ദൈവം പ്രധാനമായിട്ട് ചെയ്തൊരു കാര്യം, ബട്ട് ഗോഡ് ഹു ഈസ് റിച്ച് ഇൻ മേഴ്സി ഫോർ ഹിസ് ഗ്രേറ്റ് ലവ് വേർഡ് വിത്ത് ഹി ലവ്ഡ് അസ്. കണ്ടോ, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ചു. വിത്ത് ഹിസ് ഗ്രേറ്റ് ലവ്, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ദൈവസ്നേഹത്തെക്കുറിച്ച് പല വിധത്തിൽ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ സ്നേഹം നിത്യമാണ്. യെരമ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളോടുള്ള എൻ്റെ കരുണ, ദയ ഞാൻ ദീർഘമാക്കിയിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്. ഇവിടെ പറയുന്നത് മഹാസ്നേഹം, ഗ്രേറ്റ് ലവ്. ആ മഹാസ്നേഹം, വലിയ സ്നേഹം എന്ന് പലയാവർത്തിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്, മഹാസ്നേഹമാണ്. അങ്ങനെ ദൈവം നമ്മെ സ്നേഹിച്ചു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം സ്നേഹമാകുന്നു. ചില ആളുകൾ തിരിച്ചു പറയാറുണ്ട്, സ്നേഹം ദൈവമാകുന്നു. സ്നേഹം ദൈവമല്ല, പല വിധത്തിലുള്ള സ്നേഹമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം എല്ലാ സ്നേഹവും ദൈവമല്ല. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ഒരു പാപി പോലും ഈ ലോകത്തിൽ ഇല്ലെങ്കിലും ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. അത് ദൈവത്തിൻ്റെ ഈ ബീയിങ്, ദൈവാസ്തിക്യത്വം, അതിൻ്റെ ഒരു ഭാഗമാണ്. ദൈവം ആരാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ് ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ഒന്നുകൂടെ പറയാം, സ്നേഹം ദൈവമല്ല, ദൈവം സ്നേഹമാകുന്നു. സ്നേഹം ദൈവികമാകാം. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാം വാക്യം. ഞാനൊക്കെ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് പഠിച്ച ഒരു ഇംഗ്ലീഷ് വാക്കതാണ് ഗോഡ് ഈസ് ലവ്. വീടിൻ്റെ ഭിത്തിയിലും, ചെറിയ വീടാണ് അന്നും ഇന്നും, ആ വീടിൻ്റെ അത് ഒരു പലക കൊണ്ടുണ്ടാക്കി ചെറിയ മറയൊക്കെ ഉണ്ട്, ഒരു ജനാല പോലെയൊക്കെ. അതിൻ്റെ സൈഡിലെല്ലാം ചോക്ക് വെച്ചൊക്കെ എഴുതി വെക്കും, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. അതിനുശേഷം ദൈവസ്നേഹം എൻ്റെ എത്രത്തോളം ആഴമുണ്ടെന്നൊക്കെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞതെങ്കിലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നൊരു കാര്യം, ദൈവം സ്നേഹമാകുന്നു. മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ദൈവാസ്തിക്യത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളൊന്നാണ് ഗോഡ് ഈസ് ലവ്. ദൈവാസ്തിക്യത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, ദൈവിക ഗുണവിശേഷങ്ങളെ തിയോളജിയൻസ് 2 പ്രധാന വിധത്തിലാണ് ഇതിനെ നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ദൈവത്തിൻ്റെ നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് ഗോഡ്സ് മോറൽ ആട്രിബ്യൂട്ട്സ്. നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ആ പറയപ്പെട്ട പ്രത്യേക ഗുണവിശേഷങ്ങളുള്ള ആരെയും അല്ലെങ്കിൽ എന്തിനേയും നമുക്ക് ദൈവം എന്ന് പറയാം. അത് ദൈവത്തിൻ്റെ സ്വാഭാവിക ഗുണമാണ്. അല്ലെങ്കിൽ ആ ഗുണവിശേഷമുള്ളവരെ ആരെയും എന്തിനേയും നമുക്ക് ദൈവം എന്ന് വിളിക്കാം. അത് ഒന്ന്, ദൈവം സർവശക്തനാകുന്നു. ഗോഡ് ഈസ് ഓംനിപൊട്ടന്റ്. ദൈവം സർവവ്യാപിയാകുന്നു. ഗോഡ് ഈസ് ഓംനി പ്രസന്റ്. ആൻഡ് ദൈവം സർവവ്യാപിയാകുന്നു. ഗോഡ് ഈസ് ഒമിനീഷ്യൻ. ദൈവം സർവജ്ഞാനിയാകുന്നു, ഓമിനീഷ്യൻ. ആൻഡ് ഗോഡ് ഈസ് ഇറ്റേണൽ. ദൈവം നിത്യനാകുന്നു, അഥവാ ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം സർവശക്തനാകുന്നു, സർവവ്യാപിയാകുന്നു, സർവജ്ഞാനിയാകുന്നു, മാറ്റമില്ലാത്തവനാകുന്നു, അഥവാ നിത്യനാകുന്നു. ഈ 4 ഗുണവിശേഷങ്ങളുള്ള ആരെയും നമുക്ക് ദൈവം എന്ന് വിളിക്കാം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ദൈവം എന്ന് വിശേഷിപ്പിക്കാം. സർവശക്തനായിരിക്കണം. ആരുടെയെങ്കിലും കൈകൊണ്ട് അങ്ങോട്ടൊരു അസിസ്റ്റൻസ് വേണ്ടിയ,
സഹായം വേണ്ടിയ, നമ്മൾ അങ്ങോട്ട് ചെന്ന് ശുശ്രൂഷിക്കേണ്ടിയ, അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടിയവനല്ല, ഇങ്ങോട്ട് എല്ലാം ചെയ്തു തരുവാൻ കഴിവുള്ളവൻ, സർവശക്തനായിരിക്കുന്നവൻ. വിശുദ്ധ ദൈവത്തെ നമ്മൾ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം അങ്ങനെയുള്ളൊരു ദൈവത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എൽ ഷദായി എന്നൊക്കെ പഴയ നിയമത്തിലൊക്കെ ദൈവത്തെ സ്വയം ദൈവം തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലൊക്കെ അബ്രഹാമിൻ്റെയൊക്കെ അരികിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, ഞാൻ അത്യുന്നതനായ ദൈവമാകുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചത്. അതുവരെയും അബ്രഹാമിൻ്റെ ജീവിതവും പാരമ്പര്യവും ഒക്കെ വ്യത്യസ്തമായിരുന്നു. എന്നാൽ തന്നോട് സംസാരിക്കുന്ന ദൈവം, തന്നോട് ഇടപെടുന്നൊരു ദൈവം, ആ ദൈവത്തെ കണ്ട് മനസ്സിലാക്കി ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറയുന്നു. അങ്ങനെ ശബ്ദം കേട്ടുകൊണ്ട് സംസാരിക്കുന്ന, തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഇടപെടുന്ന ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് താൻ പുറപ്പെട്ടു പോരുന്നു. ഓരോ അധ്യായത്തിലും ദൈവം തന്നെത്താൻ അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തു. അതിനെ വേദശാസ്ത്രികൾ തിയോഫാനി എന്നാ പറയുന്നത്. ദൈവിക വെളിപ്പെടലുകൾ, ദൈവത്തിൻ്റെ പ്രത്യക്ഷത. പല സന്ദർഭത്തിൽ പല വിധത്തിൽ ഓരോരോ ഘട്ടങ്ങളിൽ, അത് വിശേഷിച്ച് അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം തന്നെത്താൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. 15-ാം അധ്യായത്തിൽ നമുക്ക് ദൈവം തന്നോട് പറയുന്നത്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. 17-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിത്യനായ ദൈവമാകുന്നു. അവിടെ 14-ാം അധ്യായം അവസാനിക്കുമ്പോൾ അബ്രഹാം നിത്യനായ യഹോവയുടെ നാമത്തിൽ ഒരു പിചുലവൃക്ഷം നട്ടു. അവിടെ ദൈവത്തെ ആരാധിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഗോഡ് എറ്റേണൽ, നിത്യനായ. 15-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക, അവൻ തന്റെ പ്രതിഫലമാകുന്ന ദൈവം. ഗോഡ് ഈസ് ഹിസ് പോർഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ, തന്റെ സംരക്ഷണമാകുന്ന, ഞാൻ നിന്റെ പരിചയമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഗോഡ് ഹു ക്യാൻ പ്രൊട്ടക്ട് ഹിം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അങ്ങനെ ഓരോരോ അധ്യായത്തിലും 17-ാം അധ്യായത്തിൽ ദൈവം ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. അടുത്ത അധ്യായങ്ങളിലോട്ടേക്ക് പോകുമ്പോൾ 17, പിന്നെ 18, 19 അധ്യായത്തിലേക്ക് ദൈവം സർവശക്തനാണെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ്, ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതല്ല നമ്മുടെ ഇന്നത്തെ വിഷയം, അതുകൊണ്ട് അവിടെ നിൽക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. 22-ാം അധ്യായത്തിൽ ദൈവത്തെക്കുറിച്ച് മറ്റൊരു വെളിപ്പാട് അബ്രഹാം വെച്ചു. കരുതുന്ന ദൈവം. 21-ാം അധ്യായത്തിൽ നമ്മുടെ ഹാഗറിന് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഹാഗറിനോട് പറയുന്ന, ഹാഗർ ദൈവത്തെ വിളിക്കുന്ന, 18-ാം അധ്യായത്തിൽ ഹാഗർ ദൈവത്തെ വിളിക്കുന്നൊരു പേര്, എന്നെ കാണുന്ന ഏൽ റോയി, എന്നെ കാണുന്ന ദൈവം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവിക ലക്ഷണങ്ങൾ, നാച്ചുറൽ ആട്രിബ്യൂട്ട്സ്. അത് ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാകുന്നു, എല്ലായിടത്തും ഒരുപോലെ, എല്ലാറ്റിലുമല്ല എല്ലായിടത്തും ഒരുപോലെ നിൽക്കുന്ന, ഒരുപോലെ അവൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. ശലോമോൻ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിതിട്ട് അത് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത്, സ്വർഗത്തിൽ നീ അടങ്ങത്തില്ല, ഭൂമിയിലും നിനക്കൊരു കൈപ്പണിയായ ഒരു ആലയം തീർക്കുവാൻ അതിൽ നീ അടങ്ങുന്നില്ല. കാരണം സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠമാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ സ്വർഗത്തെ സിംഹാസനമാക്കി ഭൂമിയെ പാദപീഠമാക്കി വെച്ചിരിക്കുന്ന സർവവ്യാപിയാണ് ദൈവം. ഒരിടത്ത് ദൈവത്തെ അന്വേഷിച്ച് ചെന്നാൽ അവിടെ കാണാൻ കഴിയാതെ മറ്റൊരിടത്തേക്ക് ഓടിപ്പോവുകയല്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ അന്വേഷിച്ചെങ്ങും പോകേണ്ടെന്ന് പറയുന്നത്. ഗോഡ് ഈസ് വിത്ത് അസ്, ദൈവം നമ്മോടുകൂടെ. യേശുവിൻ്റെ ജനന സമയത്ത്, ജനിക്കുന്നതിന് മുമ്പുള്ള സമയത്ത് ആ വിശേഷ വാർത്തകൾക്കുമായിട്ട് ദൈവദൂതന്മാർ ജോസഫിൻ്റെയും മറിയുടെയൊക്കെ അരികെ ചെല്ലുമ്പോൾ അവരോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞ ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ. പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ ഷമ്മ, ദ ലോർഡ് ഈസ് ദേർ, ദൈവം അവിടെ. ഇവരെല്ലാവരും ദൈവത്തെ അങ്ങനെ കണ്ടെത്താനാണ് ശ്രമിച്ചത്. എന്നാൽ പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് അവൻ സമീപസ്ഥനായ ദൈവമാകുന്നു. എന്നാൽ പുതിയ നിയമം കുറച്ചുകൂടെ നമുക്ക് കൃത്യമായിട്ട് അത് വെളിപ്പെടുത്തി തരുന്നത് ഗോഡ് വിത്ത് അസ്, ഇമ്മാനുവേൽ, നമ്മോട് കൂടെ വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിന്ന് കൂടുതൽ വെളിപ്പാടുകൾ പ്രാപിച്ചിട്ട് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറഞ്ഞത്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ആ മർമ്മം മറ്റൊന്നുമല്ല,
മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അപ്പം ദൈവം സർവവ്യാപിയാകുന്നു. 3, ദൈവം സർവജ്ഞാനിയാകുന്നു എന്ന് പറഞ്ഞ് ഗോഡ് ഈസ് ഓംനീഷ്യൻ, എല്ലാം അറിയുന്നവൻ. നമ്മൾ ദൈവത്തെക്കുറിച്ച് പാടി ആരാധിക്കുമ്പോഴൊക്കെ അങ്ങനെയാണത് ദൈവത്തെ ആരാധിക്കുന്നത്. അത് ദൈവത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വലിയ ധൈര്യമാണത്. ആൻഡ് 4, ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ അല്ലെങ്കിൽ ഗോഡ് ഈസ് ഇറ്റേണൽ. ദൈവം നിത്യനാകുന്നു അല്ലെങ്കിൽ ദൈവം മാറാത്തവനാകുന്നു. 10 വർഷമോ 100 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ സമാധിയിൽ പോയി നിൽക്കേണ്ടി വരികയില്ല. ഹീസ് ഇറ്റേണൽ, എന്നും എന്നേക്കുമുള്ളവൻ. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. അവൻ്റെ വിശ്വസ്തത തലമുറയോ ആയിട്ട് നിൽക്കുന്നു. ഹിസ് മേഴ്സി എൻഡ്യൂഴ്സ് ഫോർ എവർ. 136 സങ്കീർത്തനം പഴയ നിയമസഭയും ഇപ്പോൾ പുതിയ നിയമ വിശ്വാസികളും ഒക്കെ പാടുമ്പോൾ ഓരോ സെന്റൻസും കഴിഞ്ഞിട്ട് അവിടെ കൂടെ ചേർത്ത് ഒരുമിച്ച് പാടുന്ന ഒരു വാചകമാണ് ഹിസ് മേഴ്സി എൻഡ്യൂഴ്സ് ഫോർ എവർ. അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. യേശുക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യനാകുന്നു. എബ്രായ ലേഖനം 13 അധ്യായത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ മോർ ബിക്കോസ് ഹി ഈസ് ഇറ്റേണൽ. കാരണം അവൻ നിത്യനായ ദൈവമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് ആണത്. എന്നാൽ ദൈവത്തിൻ്റെ മോറൽ ആട്രിബ്യൂട്ട്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ധാർമ്മിക ഗുണവിശേഷങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ വിശേഷങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലളിതമായിട്ട് വേണമെങ്കിൽ പറയാം. ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷതകൾ ഈ മേൽ പ്രസ്താവിച്ച 4 തരത്തിലുള്ള നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് ഉള്ള വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ധാർമ്മിക ഗുണവിശേഷങ്ങൾ, മോറൽ ആട്രിബ്യൂട്ട്സ്, ആ ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷതകൾ, അത് നമുക്കറിയാം. അത് ദൈവം സ്നേഹമാകുന്നു, ദൈവം ജീവനാകുന്നു, ദൈവം വിശുദ്ധനാകുന്നു, ഗോഡ് ഈസ് ട്രൂത്ത്, ഗോഡ് ഈസ് ഹോളി, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന് തുടങ്ങുന്ന ദൈവത്തിൻ്റെ ധാർമ്മിക ഗുണവിശേഷങ്ങൾ. അതിനെ തന്നെ നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ രണ്ടായിട്ട്, ഇതെല്ലാം തിയോളജിയൻസ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ക്രമപ്പെടുത്തിയിരിക്കുന്ന സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഭാഗമാണിത്. അങ്ങനെ ബൈബിളിൽ ഇന്ന പോലെ ദൈവത്തിന് ഇന്ന ഗുണങ്ങളെന്നൊന്നും പറഞ്ഞ് എഴുതിയിട്ടില്ല. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തക്ക വിധത്തിൽ വേദശാസ്ത്രം എന്ന് പറയുന്നത് അതാണല്ലോ, സിസ്റ്റമാറ്റിക്കായി ദൈവത്തെക്കുറിച്ചുള്ള പഠനമാണ്. അത് നമുക്ക് നൽകി തരുന്നതാണ്. അപ്പം അതിൽ ദൈവത്തിൻ്റെ ഈ മോറൽ ആട്രിബ്യൂട്ട്സിൽ ഒന്ന് ഇൻട്രിൻസിക് ആട്രിബ്യൂട്ട്സ്, അതായത് ദൈവത്തിൻ്റെ സഹജഗുണമെന്നും അല്ലെങ്കിൽ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന ഉൾക്കൊണ്ടിരിക്കുന്ന ഗുണവിശേഷമെന്നും. 2, റിലേറ്റീവ് ആട്രിബ്യൂട്ട്സ്, ദൈവത്തിൻ്റെ സഹജ ഗുണമെന്നും. ഈ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളെ, ഈ മോറൽ ആട്രിബ്യൂട്ട്സിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിച്ച് മനസ്സിലാക്കാം. ഒന്നുകൂടെ പറയാം. ഇൻട്രിൻസിക് ആട്രിബ്യൂട്ട്സ്, അതായത് ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന, ദൈവത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവ ആസ്തിക്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഗുണവിശേഷം. ഉദാഹരണത്തിന്, ദൈവം, അവനിൽ ജീവനുണ്ടായിരുന്നു, ഗോഡ് ഈസ് ലൈഫ്, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ഹോളി. ദൈവം ജീവനാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം സത്യമാകുന്നു എന്നൊക്കെ തുടങ്ങുന്നത് ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന ഗുണവിശേഷമാണ്. എന്നാൽ റിലേറ്റീവ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഈ ഇൻട്രിൻസിക് ആട്രിബ്യൂട്ട് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പം അതെന്തായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാണ്ടുള്ള ഗുണവിശേഷം എന്ന് പറയാം. കുറച്ചുകൂടെ മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞാൽ, ഉദാഹരണത്തിന്, ദൈവം സത്യമാകുന്നു, ഗോഡ് ഈസ് ട്രൂത്ത്. പക്ഷെങ്കിൽ ഈ ദൈവത്തിൻ്റെ ഈ ദൈവം സത്യമാകുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ഈ ഇൻട്രിൻസിക് ആട്രിബ്യൂട്ട് മനുഷ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പം അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയായിട്ട് മാറുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് യേശു കർത്താവിനെ കുറിച്ച് വായിക്കുന്നുണ്ടോ? വിശ്വസ്തനും വിശുദ്ധനും സത്യവാനും എന്ന് പേരുള്ളവൻ. അപ്പൊ ദൈവം സത്യവാനാകുന്നു, ഗോഡ് ഈസ് ട്രൂത്ത്. ദൈവത്തിൻ്റെ ഈ സത്യം, ദൈവം സത്യമാകുന്നു. യേശു പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു.
സത്യമാകുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ഈ ഗുണവിശേഷം വെൻ ഇറ്റ് റിലേറ്റ് വിത്ത് മേൻ, മനുഷ്യനുമായിട്ട് ഇത് റിലേറ്റ് ചെയ്യുമ്പം, മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഇതിനെ ബന്ധിപ്പിക്കുമ്പം, അല്ലെങ്കിൽ ദൈവം മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുമ്പം ഈ സത്യവാനായ ദൈവത്തിൻ്റെ ഈ ഗുണവിശേഷം ദൈവത്തിൻ്റെ വിശ്വസ്തതയായിട്ട് പരിണമിക്കുന്നു. അതിനെയാണ് സഹജ ഗുണമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ദൈവം സത്യവാനാകുന്നു, അല്ലെങ്കിൽ ദൈവം സത്യമാകുന്നു. ഗോഡ് ഈസ് ട്രൂത്ത്. യേശു പറഞ്ഞു, ഞാൻ ഐ ആം ദ ട്രൂത്ത്. ആ ട്രൂത്ത്, സത്യവാൻ അല്ലെങ്കിൽ സത്യം എന്നുള്ള ആ ഗുണവിശേഷം മനുഷ്യനോടുള്ള ബന്ധത്തിൽ അത് റിലേറ്റ് ചെയ്യുമ്പം ദൈവത്തിൻ്റെ വിശ്വസ്തതയായിട്ട് അത് മാറുന്നു. ദൈവം സത്യമായിരിക്കുന്നുണ്ട്, ദൈവം സംസാരിക്കുന്നതും ദൈവം പറയുന്നതെല്ലാം സത്യമാണ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? അല്ലെങ്കിൽ നമ്മളോടുള്ള ബന്ധത്തിൽ എങ്ങനെ അത് മാറുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളുമായിട്ട് അത് റിലേറ്റ് ചെയ്യുമ്പം ഈ ദൈവത്തിൻ്റെ ട്രൂത്ത്ഫുൾനെസ്, ദൈവം സത്യവാൻ എന്നുള്ള ആ ഗുണവിശേഷം ദൈവത്തിൻ്റെ വിശ്വസ്തതയായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പം ചില ആളുകളെ കള്ളൻ എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ, ഞാൻ നിന്റെ എന്ത് മോഷ്ടിച്ചു? വിശ്വാസികളെയൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. നമ്മളും ചോദിക്കും, നമ്മൾ എന്ത് മോഷ്ടിച്ചു? ഒന്നും മോഷ്ടിച്ചിട്ടൊന്നുമില്ല. സത്യം എന്നുള്ള നമ്മുടെ ആ ഗുണവിശേഷത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അത് സത്യമായിട്ട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവിശ്വസ്തരായിട്ട് നമ്മൾ മാറുന്നു. അപ്പം ആ സത്യമായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മളെ കള്ളനെന്ന് വിളിക്കുന്നത്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ മനുഷ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പം അതിനെയാണ് ഈ സഹജ ഗുണമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ദൈവം സത്യമാകുന്നു, ദൈവത്തിൻ്റെ വചനം സത്യമാകുന്നു. അപ്പം ദൈവം സത്യമാകുന്നു എന്നുള്ളതെന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നതെല്ലാം സത്യമാകുന്നു. അത് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പം ദൈവത്തിൻ്റെ വിശ്വസ്തതയായിട്ട് മാറുന്നു. അതുകൊണ്ട് സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്ന അവൻ്റെ വിശ്വസ്തത തലമുറയായിട്ട് നിൽക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ തകർച്ച കണ്ട് വിലപിക്കുന്ന ജെരമിയ പ്രവാചകൻ, ആ പുസ്തകം തന്നെ ലാമന്റേഷൻ എന്നാണ്, ഒരു വിലാപമാണ്. ബൈബിളിലെ ഒരേ ഒരു വിലാപ കാവ്യം പുസ്തകമാണത്. ബൈബിളിലൊരു വലിയ ലോക ക്ലാസിക് ഗ്രന്ഥമാണല്ലോ. അതിലെ വിലാപകാവ്യം എന്ന ഗണത്തിൽപ്പെടുന്നതാണ് ഈ ബുക്ക് ഓഫ് ലാമന്റേഷൻ. അതിൽ ദൈവത്തെക്കുറിച്ച് താൻ പറയുമ്പം, വിശേഷിച്ച് 3-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വാക്യങ്ങളൊക്കെ പറയുമ്പം വിലപിക്കുന്ന ആ പ്രവാചകൻ തന്നെ പറയുക, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, അത് രാവിലെ തോറും പുതിയതാകുന്നു. അതിനോട് ചേർത്ത് വെച്ച് അവൻ്റെ വിശ്വസ്തത വലുതാകുന്നു. നമുക്കങ്ങനെ പാട്ടൊക്കെ ഉണ്ടല്ലോ, ആൻഡ് ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്ഫുൾനെസ്. അപ്പോൾ ദൈവം, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ ആ ദൈവിക സത്യം നമ്മുടെ ജീവിതത്തിലേക്ക് അത് നമ്മൾ അനുഭവിക്കുമ്പോഴതിനെയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം കൂടി കൂട്ടത്തിൽ ഓർക്കാം, സഹായിക്കാം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അത് സത്യം തന്നെയാണ്. ദൈവം നമ്മളെ സഹായിക്കും. ഞാൻ നിന്നെ ശക്തീകരിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് സത്യം തന്നെയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. അത് വിശ്വസ്തതയോടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ അത് വിശ്വസ്തതയായിട്ട് അനുഭവിക്കാൻ കഴിയുന്നത് ദൈവിക സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ദൈവം, ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം ഗോഡ് ഈസ് ഹോളി, ദൈവം വിശുദ്ധനാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു മോറൽ ആട്രിബ്യൂട്ട്സ് ആണ് ദൈവം വിശുദ്ധനാകുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ഈ വിശുദ്ധി നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴാണ് അത് നീതിയായിട്ട് തീരുന്നത്. ഇത് പറഞ്ഞാൽ വിശുദ്ധനായ ദൈവത്തിന് പാപത്തെ സഹിക്കാൻ കഴിയത്തില്ല. അപ്പം പാപത്തെ ശിക്ഷിച്ചേ മതിയാകത്തുള്ളൂ. പഴയ നിയമത്തിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് വായിക്കുന്ന തന്നെ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഭാഗത്ത് മോശയും ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. സംഖ്യാപുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഐ ആം ദ ലോർഡ് ഹു സാങ്ക്ടിഫൈസ് യു. ലേവ്യ പുസ്തകത്തിൽ അവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. ഐ ആം ദ ലോർഡ് ഹു സാങ്ക്ടിഫൈസ് യു. ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കും. കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയുമായിട്ട് മനുഷ്യന് അടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെ ഇവരെ ശുദ്ധീകരിക്കുന്നത് യാഗങ്ങളിലൂടെയാണ്. അവിടെ ആ ദൈവത്തിൻ്റെ നീതി അവരുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്നത്. അതിനെ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പം ന്യായപ്രമാണത്തിൻ്റെ നീതി എന്നാണ് പറയുന്നത്. ന്യായപ്രമാണത്തിൻ്റെ നീതിയും മനുഷ്യൻ്റെ
കർമ്മം കൊണ്ടുണ്ടാക്കിയെടുത്ത നീതിയും ഫലിക്കാതെ പോയെടുത്താണ് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ദൈവനീതി നിവൃത്തിയാകുന്നത്. നമ്മൾ പാടുമ്പം കർത്താവിനെ പാടി സ്തോത്രം ചെയ്യാറുണ്ടല്ലോ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ പൂർണ്ണന, നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ, നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ നീതിയായിത്തീർന്നു. യേശു നീതിയായിത്തീർന്നെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പാകെ നമുക്ക് അടുത്ത് ചെല്ലാൻ കഴിയാതിരുന്നത് കൊണ്ട് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ച പാപക്ഷമയും ആ രക്തത്തിലൂടെ അതിൽ ആശ്രയിച്ച് നമുക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലാൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക. ഈ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന ദൈവത്തിൻ്റെ ഈ ഗുണവിശേഷങ്ങളെ പത്രോസിൻ്റെ ലേഖനത്തിലും കൊരിന്ത്യർ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. പാപമറിയാത്തവനെ നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് വേണ്ടി ദൈവം അവനെ പാപമാക്കി. കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നത്. അപ്പം പാപമറിയാത്തവനായ യേശുവിനെ നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് വേണ്ടി, അഥവാ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ഒത്തവണ്ണം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലാൻ കഴിയേണ്ടതിന് വേണ്ടി ദൈവം അവനെ പാപമാക്കി. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അതിനോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുക. അപ്പം ദൈവം യേശുവിനെ പാപം ആക്കി, അല്ലെങ്കിൽ ഹി വാസ് ഇമ്പോസ്ഡ് സിൻ, പാപം യേശുവിൻ്റെ മേൽ ചുമത്തി, അവനെ പാപിയാക്കി. പാപം ചുമത്തപ്പെട്ടവനായി, കുറ്റം ചുമത്തപ്പെട്ട കുറ്റവാളിയായി തീർന്നു. അങ്ങനെ അതിൻ്റെ ശിക്ഷയായി യേശു അനുഭവിക്കുന്നത്. ഈ കൂട്ടത്തിൽ അതുകൊണ്ടങ്ങ് പറയാം, യേശു കർത്താവ് താൻ ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷയല്ല അനുഭവിച്ചത്. ചില ആളുകളൊക്കെയെങ്കിലും ചിന്തിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്, തന്നെത്താൻ രക്ഷിക്കാൻ കഴിയാത്ത യേശുവിനെങ്ങനെയാണ് നമ്മെ രക്ഷിക്കാൻ കഴിയുന്നത്? യേശു ആർക്കെങ്കിലും ഇരയായി തീർന്നതല്ല. തന്നെ കഴിഞ്ഞും ബലമേറിയവർക്കോ തന്നെ കഴിഞ്ഞും ശക്തന്മാർക്കോ ഇരയായി തീർന്നതല്ല. യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഗെത്സമനെ എന്ന ആ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഈ യഹൂദ ചേവകരോട് യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ നസ്രയനായ യേശുവിനെ തിരയുന്നു. യേശുവിൻ്റെ മറുപടി, ഞാനിതാ എന്ന് പറഞ്ഞ് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുമ്പം സുവിശേഷ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ബോധരഹിതരായി നിലത്ത് വീണെന്നാണ്. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എഫീസ്യ ലേഖനത്തിൽ നമ്മുടെ ഇതിൻ്റെ പഠനത്തിൽ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, സഭയെ നമ്മെ കർത്താവിന് വേണ്ടി വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി നിർത്തേണ്ടതിന് വേണ്ടി യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അതിലായിരുന്നെങ്കിൽ യേശു കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ എൻ്റെ പിതാവ് ആയിരക്കണക്കിന് ദൂതന്മാരെ ഇവിടെ സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ട് അയക്കുമായിരുന്നു. അങ്ങനെ ഒരു പോരാട്ടം പോരാടി ജയിക്കുവാൻ വേണ്ടി വന്നവനല്ലായിരുന്നു യേശു. ക്രൂശ് മരണത്തിലൂടെ പിശാചിൻ്റെ തലയെ തകർക്കുക എന്ന ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണത്തിന് വേണ്ടി തന്നെ വന്നവനായിരുന്നു യേശു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധി, വെൻ ഇറ്റ് റിലേറ്റ്സ് വിത്ത് മേൻ, മനുഷ്യനുമായിട്ട് ഇത് ബന്ധിപ്പിക്കുമ്പോഴാണ് ദൈവനീതിയായത് മാറുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം, ഇത് മനുഷ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. എഫീസ്യർ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വെൻ ഈ ദ ലവ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്നേഹം, അതുകൊണ്ട് അതിനെ മഹാസ്നേഹം എന്ന് വിളിച്ചിരിക്കുന്നത്. ഞാൻ ആ 4-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എഫീസ്യർ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തമായി, ബട്ട് ഗോഡ് ഹു ഈസ് റിച്ച് ഇൻ മേഴ്സി, കരുണയിൽ സമ്പന്നനായ ദൈവം, കരുണയിൽ ദരിദ്രനല്ല, കരുണയിൽ സമ്പന്നനായ ദൈവം, ഫോർ ഹിസ് ഗ്രേറ്റ് ലവ് വേർ വിത്ത് ഹി ലവ്ഡ് അസ്, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ഇപ്പം ദൈവത്തിൻ്റെ ഈ സ്നേഹം
ദൈവം സ്നേഹമാവുന്നു എന്നുള്ളത് ഞാൻ മുമ്പേ ഒന്ന് സൂചിപ്പിച്ചു. ദൈവം സ്നേഹമാവുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ഇൻട്രിൻസിക് ആട്രിബ്യൂട്ട്സ്, ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഗുണവിശേഷമാണ്. നമ്മൾ ചിലരെ പറ്റി പറയത്തില്ല, അവൻ്റെ സ്വഭാവം അതാ, സാരമല്ല പോട്ടെ, അവൻ്റെ സ്വഭാവം അതാ, അതിന് മാറ്റാൻ പറ്റത്തില്ല, അവനങ്ങനെയാണ് എന്ന് പറയുന്നത് പോലെ ഒരു നെഗറ്റീവ് അർത്ഥത്തിലല്ല നമ്മളിതിനെ കാണേണ്ടത്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത് ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക വിശേഷതയാണ്. അത് മനുഷ്യനോടുള്ള ബന്ധത്തിൽ വരുമ്പം അത് റിവീൽ ചെയ്യപ്പെട്ടത്, വെളിപ്പെട്ടു വന്നത് ആസ് മേഴ്സി ആൻഡ് ഗ്രേസ്, കൃപയും കരുണയുമായിട്ടാണ്. ഇവിടെ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കരുണയെന്ന് വിളിക്കുന്നു. ബട്ട് ഗോഡ് ഹു ഈസ് റിച്ച് ഇൻ മേഴ്സി. ആൻഡ് 7-ാമത്തെ വാക്യത്തിൽ, എഫീസിലെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, ദാറ്റ് ഇൻ ദ ഏജസ് ടു കം ഹി മൈറ്റ് ഷോ ദി എക്സീഡിംഗ് റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ് ഇൻ ഹിസ് കൈൻഡ്നസ് ടുവേഴ്സ് അസ് ത്രൂ ക്രൈസ്റ്റ് ജീസസ്. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചിൽ സ്വർഗത്തിൽ. 6-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് വേണ്ടി. കണ്ടോ, ഇവിടെ 2 ധനമാഹാത്മ്യം വെളിപ്പെടുത്തി തരുന്നുണ്ട് ഈ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം തൊട്ട് 7-ാമത്തെ വരെയുള്ള വാക്യങ്ങളിൽ. അതിലൊന്ന്, ഗോഡ് ഹു ഈസ് റിച്ച് ഇൻ മേഴ്സി, കരുണയിൽ സമ്പന്നനായ. നമ്മൾ ദൈവം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അങ്ങനെ വിളിച്ചാണല്ലോ ചിലപ്പം ദൈവത്തെ അഭിസംബോധന ചെയ്തു തന്നെ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ. ഗോഡ് ഹു ഈസ് റിച്ച് ഇൻ മേഴ്സി. ദൈവത്തിൻ്റെ സ്നേഹം, ഞാനീ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം വെൻ ഇറ്റ് റിലേറ്റ് വിത്ത് മാൻ, മനുഷ്യനുമായിട്ട് ഇത് ബന്ധപ്പെട്ട് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് വെളിപ്പെടുന്നത്, മറ്റു വിധത്തിൽ പറഞ്ഞ് നമ്മുടെ തനി ഭാഷയിൽ പറഞ്ഞത്, അത് വെളിപ്പെടുന്നത് കരുണയായിട്ടും കൃപയായിട്ടുമാണ്. കരുണ, കൃപ, ഇത് രണ്ടും വിശുദ്ധ ബൈബിളിൽ ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്ന, അത് രക്ഷയുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞിരുന്നു. വാട്ട് ഈസ് ഗ്രേസ് ആൻഡ് വാട്ട് ഈസ് മേഴ്സി, എന്താണ് കൃപ, എന്താണ് കരുണ എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പം ഗ്രേസ് അനർഹമായ ദാനം എന്നാണ് സിമ്പിളായിട്ട് നമ്മളതിനെ വ്യാഖ്യാനിച്ചാൽ പറയുന്നത്. ഒരിക്കലൊരു ദൈവദാസൻ അതിനൊരു അക്രോണിം ഉണ്ടാക്കിയത് ഗ്രേസിന്. ഗ്രേസ്, GRACE. G for God's, R for riches, A for at, C for Christ, apostrophe S, and E for expense. ഒന്നുകൂടെ പറയാം. G for God's, R for riches, A for at, C for Christ, and E for expense. ഒന്ന് ഒരുമിച്ച് ചേർത്ത് പറഞ്ഞാൽ, ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്. ദൈവത്തിൻ്റെ ധനമാഹാത്മ്യം ക്രിസ്തുവേശുവിൻ്റെ ചിലവിൽ നമ്മൾ അനുഭവിക്കുന്നത്. ഈ ധനമാഹാത്മ്യം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് പണമാണെന്നാണ്. പണം മാത്രമല്ല, ഇവിടെ നമ്മൾ വായിക്കുന്നത് ഗോഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി, അവൻ കരുണയിൽ സമ്പന്നനാണ്. ആ കരുണയുടെ സമ്പത്ത് നമ്മൾ അനുഭവിക്കുന്നത് ക്രിസ്തുവേശുവിൻ്റെ ചെലവിലാണ്. ക്രിസ്തുവേശുവിന് എന്താ ചെലവായത്? പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അത്ര നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അപ്പം വിലയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ വിലയുടെ പേരാണ് റാൻസം, മറുവില എന്ന് മലയാളത്തിൽ നമ്മളതിനെ വായിക്കുന്നു. ദാവീദ് സങ്കീർത്തനത്തിലൂടെ ചോദിക്കുന്നുണ്ട്, സഹോദരൻ ശവക്കുഴി കാണാതെ അവൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പിൻ്റെ മറുവില ആർക്ക് കൊടുക്കാൻ കഴിയും? മറുവില ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? ദാവീദ് മഹാസമ്പന്നനായിരുന്നല്ലോ. ഒരു രാജാവ് ചോദിക്കുക, ആർക്ക് കൊടുക്കാം? അദ്ദേഹത്തിന് കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും വിലമതിക്കുന്നതാണ് മനുഷ്യന്റെ പ്രാണന്റെ വിലയെന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവന്റെ വില, ആത്മാവിന്റെ വില. യേശു കർത്താവ് അതിനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ സംസാരിക്കുന്നുണ്ടല്ലോ. ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം?
ഈ ഭൂമിയിൽ നേടാവുന്നതെല്ലാം നേടി പരിവാരങ്ങളും പരിചാരകങ്ങളും വീടും വസ്തുവും ധനവും മാനവും ഇതൊക്കെ വേണ്ടിയത് തന്നെയാണ്. ഇവിടെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ അന്തസ്സായി നന്നായിട്ടും തന്നെ ജീവിക്കണം. ദാറ്റ്സ് റൈറ്റ്. ഇതെല്ലാം ഉണ്ടായിട്ടും നിത്യജീവൻ, ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോയാൽ ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം? കാരണം ഇതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു യുവാവ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗുരു, നല്ല ഗുരു എന്നൊക്കെ വിളിക്കുന്നത്, നമ്മളെയൊക്കെ സാറേ എന്ന് വിളിക്കുമ്പോൾ നമുക്കങ്ങ് വലിയ സന്തോഷമാണ്. എന്നാൽ യേശു കർത്താവിന് ഈ ഗുരു എന്ന് വിളിച്ചപ്പോൾ മനസ്സിലായി ഇത് കുഴി ചാടിക്കാനുള്ള വിളിയാണെന്ന്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ ചെന്നാൽ ആൾക്കാരിപ്പോൾ അതൊരു ഒരു ഒരു രീതിയായിട്ട് മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. നല്ല സംബോധന രീതിയാണ്. ഇടാ പോടോ എന്നൊക്കെ വിളിക്കുന്നതിനെ കഴിഞ്ഞൊക്കെ നല്ലത് തന്നെയാണ്. നമ്മളെയൊക്കെ വിളിക്കും, സാറേ എന്നാ വേണ്ടിയത്, എന്താ വേണ്ടിയത് എന്നൊക്കെ ചോദിക്കുന്നത് പോലെ അല്ല. യേശുവിനോട് പറയുക നല്ല ഗുരു. യേശു പറഞ്ഞ് നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ചോദ്യം ഇതാ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും ചെയ്താൽ പ്രാപിക്കുന്നതല്ല ഇത്, അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്നതല്ല ഇത്. അത് ദൈവത്തിൻ്റെ ദാനമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അതിന് വിശ്വസിച്ചാൽ മതി. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗോഡ് ഇൻ ഹിസ് മേഴ്സി. ഇപ്പം ക്രിസ്തുവേശുവിൻ്റെ ചെലവിൽ നമ്മൾ ദൈവത്തിൻ്റെ ധനമാഹാത്മ്യം അനുഭവിക്കുന്നതാണ് ഗ്രേസ്. നമ്മൾ അങ്ങോട്ട് ഒന്നും ചെലവ് ചെയ്യാതെ, ഒരു രൂപ പോലും മുടക്കാതെ, ഒരു കൊച്ചു നെയ്ത്തിരി പോലും കത്തിക്കാതെ, ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തിട്ടല്ലാതെ തികച്ചും സൗജന്യമായി നമ്മോട് മനസ്സരിഞ്ഞിട്ട് ദൈവം നമുക്ക് നൽകിത്തരുന്ന ദാനങ്ങളെയാണ് ഗ്രേസ്, കൃപ എന്ന് പറയുന്നത്. മേഴ്സി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ന്യായമായും അർഹമായി നമുക്ക് ലഭിക്കേണ്ട ശിക്ഷാവിധി തരാതെ നമ്മെ അതിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണയെന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യത്തിലും ദൈവം റിച്ചാണ്. റോമാലേഖനത്തിൽ വായിക്കുമ്പം ദൈവത്തിൻ്റെ റിച്ചസിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് കാണാം. ദൈവത്തിൻ്റെ ജ്ഞാനം, അവൻ്റെ അറിവ്, അതിൻ്റെ ധനമാഹാത്മ്യമേ, അതിൽ ദൈവം സമ്പന്നനാണ്. സാമ്പത്തിക കാര്യത്തിൽ, ഫിനാൻഷ്യൽ കാര്യത്തിൽ ദൈവം സമ്പന്നനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ഓർത്തതാണ്. കൊരിന്ത്യർ ലേഖനം 2-ാമത്തെ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യവും 9-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യവും നമ്മൾ വായിക്കുമ്പം നമുക്കങ്ങനെ പാട്ടൊക്കെ ഉണ്ട്. പരമസമ്പന്നൻ ഈ ധരണിയിൽ ഏറ്റവും ദരിദ്രനായി തീർന്നു സ്വമനസാലെ, ഭുവനമൊന്നാകെ ചമച്ചവൻ ഒരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം. മഹാസമ്പന്നനായിരുന്നവൻ അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരായി തീരേണ്ടതിന് വേണ്ടി അവൻ ദരിദ്രനായി തീർന്നു. പഴയ നിയമപുസ്തകങ്ങൾ വായിക്കുമ്പം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ ദൈവം തുറക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. കിളിവാതിലുകൾ എന്ന് വായിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരു കൊച്ചു ചെറിയ ഒരു, നമ്മുടെ കണ്ണ് മാത്രം ഇട്ട് നോക്കാൻ പറ്റുന്ന ഒരു ചെറിയ വിടവെന്നല്ല അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പം ദ ഫ്ലഡ് ഗേറ്റ്സ് ഓഫ് ഹെവൻ എന്ന, സ്വർഗത്തിലെ പ്രവാഹവാതിലുകൾ. ഫ്ലഡ് എന്ന് പറയുന്നത് നമ്മൾ 2-3 വർഷത്തിന് മുമ്പ് കണ്ടതാണ്. 2-3 നില സൗധങ്ങളുടെ മീതെ കൂടെ കുതിച്ചു പാഞ്ഞൊഴുകുന്ന ജലപ്രവാഹം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് ഫ്ലഡ്, ജലപ്രവാഹം, ജലപ്രളയം എന്ന് നമുക്ക് മനസ്സിലാക്കിയതാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ പ്രളയവാതിലുകൾ തുറക്കും എന്ന വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലെല്ലാം ഗോഡ് ഈസ് റിച്ച്. ഇവിടെ കൃപയെന്ന് പറയുന്നത് ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയായിരുന്നു. കൃപ, അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം when it relates with man, നശിച്ചു പോകുന്ന, നിത്യശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന, പാപവഴികളിലായിപ്പോയ, അനുസരണം കെട്ടവനായ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മോട് ദൈവം തൻ്റെ ഈ സ്നേഹം എന്ന ആ ഇൻട്രൻസിക് ആട്രിബ്യൂട്ട്സ് വെൻ ഇറ്റ് റിലേറ്റ്സ് വിത്ത് മാൻ, നമ്മളോട് അത് റിലേറ്റ് ചെയ്തപ്പം അതെങ്ങനെ വെളിപ്പെട്ടു വന്നത്? അത് കരുണയായും അത് കൃപയായും വെളിപ്പെട്ടു. ഇത് ഞാൻ മുമ്പേ ആദ്യമെന്ന് ഓർപ്പിച്ചിരുന്നു. ഭൂമിയിൽ ഒരു പാപി പോലും ഇല്ലെങ്കിലും ദൈവ സ്നേഹം തന്നെയാണ്. എന്നാൽ പാപികൾ എത്ര ഉണ്ടെങ്കിലും അവരുടെ മീതെയെല്ലാം ഇത് കവിഞ്ഞൊഴുകും. ഭൂലോകം മുഴുവൻ പാപത്തിൻ്റെ അധീനതയിലായിരുന്നിട്ടും ദൈവത്തിൻ്റെ കരുണയ്ക്ക് കുറവൊന്നും സംഭവിച്ചില്ല, ദൈവത്തിൻ്റെ കൃപയ്ക്ക് കുറവൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, അത് ദൈവം വെളിപ്പെടുത്തി തന്നു. ആ 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ
ചിന്തകളെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. റോമാലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, സ്നേഹം നമ്മളുമായിട്ടുള്ള ദൈവത്തിൻ്റെ റിലേറ്റീവ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് വന്നപ്പോൾ അത് കരുണയായും കൃപയായിട്ടുമാണ് വെളിപ്പെട്ടത്. ഇവിടെയും ദൈവം അത് പ്രദർശിപ്പിക്കുകയായിരുന്നു എന്ന് നമ്മൾ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ബട്ട് ഗോഡ് commendeth his love towards us in that while we were yet sinners Christ died for us. ദൈവം നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ചു. സ്നേഹം പറഞ്ഞു കൽപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ ജനത്തോട് പറയുന്നുണ്ട്, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എങ്ങനെ സ്നേഹിക്കുന്നു? നിത്യമായ സ്നേഹത്താൽ. അതുകൊണ്ട് നമ്മൾ യെരമ്യാ പ്രവചനത്തിലെ ആ വാക്യം തരുണത്തിൽ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ദയ നിന്നോട് ദീർഘമാക്കിയിരിക്കുന്നു. കണ്ടോ, ദൈവത്തിൻ്റെ സ്നേഹം അത് നമ്മളോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ വരുമ്പം അത് വെളിപ്പെട്ട് വരുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് ആസ് ഗോഡ്സ് മേഴ്സി, ദൈവത്തിൻ്റെ കരുണയായിട്ടാണ്. ഇവിടെയാണ് നമ്മൾ 23-ാം സങ്കീർത്തനം ഓർക്കുന്നത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കരുണ, യെരമ്യാ പ്രവചന ലാമന്റേഷൻ്റെ ബുക്കിൽ നമ്മളത് പറഞ്ഞു, വിലാപങ്ങളുടെ പുസ്തകത്തിൽ, അത് രാവിലെ തോറും പുതിയതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നശിക്കാതിരിക്കുന്നത്, മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചല്ലോ. അപ്പം രാവിലെ തോറും ഇത് പുതിയതായി വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മുടിഞ്ഞു പോകത്തില്ലെന്നർത്ഥം. അപ്പം നിങ്ങളോട് ആരെങ്കിലും പറയുക, അല്ലെങ്കിൽ നമ്മളോട് പറയുക നീ മുടിഞ്ഞു പോവുകയുള്ളെന്ന് പറഞ്ഞാൽ, ദൈവം പറയുന്നത് വചനത്തിൻ്റെ സത്യം ഇതാ, നീ മുടിഞ്ഞു പോവുകയില്ല. അതിൻ്റെ കാരണം എൻ്റെ കരുണ നിൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. അതെങ്ങനെയാണ് ചൊരിഞ്ഞത്? നമ്മുടെ ഏതെങ്കിലും ഗുണവിശേഷം കൊണ്ടല്ല. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയായിരുന്നു. നമ്മുടെ മെറിറ്റ് നോക്കിയിട്ട്, പ്രോഗ്രസ് റിപ്പോർട്ടെല്ലാം എടുത്തു വെച്ച് നോക്കിയിട്ട് ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല. അവിടെ 7-ാമത്തെ വാക്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കണം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം കൂടെ അവിടെ വായിക്കുന്നത്, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. നീതിമാനു വേണ്ടി മരിക്കുന്നത് ദുർലഭം എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അങ്ങനെ നീതിപൂർവം മാത്രം ഇടപെടുന്ന ഒരാൾക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭമാണ്. ഗുണവാന് വേണ്ടി, തനിക്ക് ഗുണം ചെയ്യുന്ന ആർക്കും വേണ്ടി ഒരുപക്ഷെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. പക്ഷെ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചു. ഇനി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതറിയാവുന്ന വാക്യമാണ്. ഞാൻ അതൊന്നൊന്ന് വായിച്ച് കേൾപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. യോഹന്നാൻ 3:16 അത് വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ, യേശുവിനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. ഇനി 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം കൂടെ ഒന്ന് ഇതിനോട് ചേർത്ത് വെച്ചൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പേ പറഞ്ഞു, ദൈവത്തിൻ്റെ വിശുദ്ധി മനുഷ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴാണ് അത് നീതിയായിട്ട് തീരുന്നത്. ഇപ്പം ഇവിടെ റോമാലേഖനം 5-ാം അധ്യായത്തിൽ പാപത്തോടുള്ള ദൈവത്തിൻ്റെ വെറുപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. പാപത്തെ ശിക്ഷിക്കണം. എന്നാൽ പാപിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം യോഹന്നാന്റെ സുവിശേഷം
3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലും 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും അനവധി വാക്യങ്ങളുണ്ട്. നമുക്കൊരു സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മളിതൊന്നെടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. വിശുദ്ധ ബൈബിളിൽ നിരവധി വാക്യങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പം പാപത്തെ വെറുക്കുമ്പോൾ തന്നെ പാപത്തെ ശിക്ഷിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ദൈവത്തിൻ്റെ വിശുദ്ധി വെൻ ഇറ്റ് റിലേറ്റ്സ് വിത്ത് മാൻ, മനുഷ്യനുമായിട്ട് അതിനെ ദൈവം അത് റിലേറ്റ് ചെയ്യാൻ നോക്കുമ്പം അത് ദൈവനീതിയായിട്ട് വെളിപ്പെടും. ആ ദൈവനീതിക്ക് മുമ്പിൽ നമുക്കൊന്നും ചെയ്തു തീർക്കാൻ കഴിയത്തില്ല. മനുഷ്യൻ്റെ എല്ലാ പ്രയത്നങ്ങളും വ്യർത്ഥമായി ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം നിരർത്ഥകമായി, ഫലശൂന്യമായി, വ്യർത്ഥമായി മാറുന്നു. യഹൂദ മതത്തിൻ്റെ ആചാരങ്ങൾ പോലും അവരതിൽ തന്നെ തൃപ്തരല്ലായിരുന്നു. ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നുണ്ട്, ആണ്ടിൽ പോയി നിങ്ങൾ യാഗം കഴിക്കുന്നുണ്ടായിരുന്നു. പെസഹായ്ക്ക് അവർ യാഗാർപ്പണം നടത്തും. ഡേ ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ദിവസം അവർ യാഗാർപ്പണത്തിന് വേണ്ടി 2 ആടിനെയും കൊണ്ട് ചെല്ലും. ഇതൊക്കെ ചെയ്തിട്ടും, ആണ്ടിൽ ഇത് ചെയ്തിട്ടും അവരുടെ പാപത്തിന് പരിഹാരം വരാതിരിക്കുമ്പം മനുഷ്യനെ സ്നേഹിച്ചിട്ട് ദൈവം തൻ്റെ പുത്രനെ, അഥവാ ദൈവം മനുഷ്യനായി തീർന്ന് തന്നെത്താൻ ഏൽപ്പിച്ചു തരികയായിരുന്നു. ഈ രാത്രിയിലും പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനും ധൈര്യപ്പെടുവാനുള്ളൊരു കാര്യവും ഇത് തന്നെയാണ്. നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവസ്നേഹം വെളിപ്പെട്ടത് അത് കരുണയും കൃപയുമായി വെളിപ്പെടുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാൻ. ദീർഘക്ഷമയും മഹാദയയുമുള്ളവനാകുന്നു. എബ്രായ ലേഖനം 4:16 പറയുന്നതുകൊണ്ട് തത്സമയത്തുള്ള കൃപ പ്രാപിപ്പാൻ, സഹായത്തിനുള്ള കരുണ ലഭിപ്പാനും കൃപാസനത്തിൻ്റെ അരികിലോളം നമുക്ക് അടുത്തു ചെല്ലാം. ദൈവസ്നേഹം വെളിപ്പെട്ട 2 പദങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ. അത് നിരന്തരമാണ്. ഈ കൃപ മാരി പോലെ നമ്മുടെ ജീവിതത്തിൽ പെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും, ഓരോ പുതിയ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ കരുണ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ആൻഡ് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തനാകുന്നു. ഇത്രയധികമായിട്ട് നമ്മെ സ്നേഹിച്ചതിനായി, ഇത്ര വലിയ കരുതലുകൾ നമുക്ക് വേണ്ടി ദൈവം കരുതിയതിനായി നമുക്ക് ഈ സന്ധ്യയിൽ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഈ ഉപകാരം, ഇതൊക്കെ ദൈവത്തിൻ്റെ ഉപകാരം. നമ്മുടെ ആരാധനയുടെ ഒരു വിഷയവും ഇത് തന്നെയാണ്. എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. തൻ ജീവനെ തന്ന് നമ്മെ സ്നേഹിച്ചതിനായി, നമ്മെ ആരംഭത്തിൽ പാടിയതുപോലെ അവൻ നമുക്കായി ജീവൻ തന്ന് ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ ആ നിത്യജീവനെയും കണ്ടുകൊണ്ട് നമുക്കൊരു നിമിഷം കൂടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്നേഹവാനായ കർത്താവേ, ഈ സന്ധ്യയ്ക്കായിട്ട് അങ്ങേ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയിൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തവരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അവരെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ. വചനത്തിൻ്റെ സത്യങ്ങളിലേക്ക് ഞങ്ങളെ നടത്തുന്നതിനായി, നയിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രം. നിത്യസ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചതിനായി, അളവ് കൂടാത്ത നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചെയ്തതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളോടുള്ള കരുണ അങ്ങ് ദീർഘമാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൂരത്തുനിന്ന് ഞങ്ങളത് കേൾക്കുന്നുണ്ട്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അളവ് കൂടാത്ത നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്ന് ഞങ്ങളോടുള്ള ദയ ദീർഘമാക്കി അവിടുന്ന് ഇനിയും യെരമ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നില്ല, ഇനിയും ഞങ്ങൾക്ക് അഭിവൃദ്ധി വരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ കരുണയ്ക്കായി, കൃപയ്ക്കായി സ്തോത്രം. അത് നിരന്തരമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ളതിനായിട്ട് സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും കർത്താവിൻ്റെ കരുണയും ദയയെക്കുറിച്ചുള്ള ഉറപ്പും ധൈര്യവും ഉണ്ടായി അവർ ജീവിതത്തിൽ ഭയത്തോടെയല്ല, ഭീതിയോടെയല്ല, കർത്താവിൻ്റെ സ്നേഹത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കൃപ ചെയ്യണമേ. കുടുംബങ്ങളെ, വ്യക്തികളെ, തലമുറകളെ, സമൂഹത്തെ ഒക്കെ ദൈവം അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്കർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വരുവാൻ താമസിച്ചാൽ, കർത്താവ് അനുവദിച്ചാൽ അടുത്ത തിങ്കളാഴ്ച നമുക്ക് രാത്രി 8 മണിക്ക് ഈ ശുശ്രൂഷയിൽ ഒരുമിച്ച് കൂടാം. അതുവരെയും കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.